ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രണ്ടാം പെരുന്നാളല്ല, അപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് കരുതിട്ടോ. ഇത് താത്താരും കുട്ടികളും എല്ലാവരും നമ്മളെ വീട്ടിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഫുഡായിട്ട് നല്ല ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് കരുതണം കേട്ടോ. അപ്പോൾ ഉമ്മ രാവിലെ തന്നെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ബീഫ് വരട്ടിയതും ഉണ്ടാക്കുന്നുണ്ട്, പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 10-15 ദിവസം നമ്മളെല്ലാവരും വീട്ടിലും ബീഫ് ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞങ്ങളോട് എന്താ പറയുക, താത്താരും കുട്ടികളൊക്കെ ഉണ്ടാവുകൊണ്ട് പെട്ടെന്ന് കഴിയും കേട്ടോ. അങ്ങനെ ഒരുപാട് ദിവസം ഒന്നും എടുത്ത് വെക്കേണ്ട ആവശ്യം വരില്ല, കുട്ടികളെല്ലാവരും ഉണ്ടാവുകൊണ്ട് അത് പെട്ടെന്ന് കഴിയും കേട്ടോ. പിന്നെ നമുക്കിതാ രാവിലെ റയാനെ സൂചി വെക്കാൻ പോകണം കേട്ടോ. ഇന്നലെ വെച്ചതിൻ്റെ ബാക്കി വെക്കാനുണ്ട്. അപ്പോൾ മുതിർച്ചി പോയിട്ട് വെക്കാനാണ് കരുതുന്നത്. പിന്നെ മന്തി ഉണ്ടാക്കുന്നത് നമ്മളെ എൻ്റെ മേലുള്ള താത്തയാണ് കേട്ടോ, രജനാസ് താത്തയാണ് കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് മന്തി ഉണ്ടാക്കി തന്നത് ഓളാണ് കേട്ടോ. ഫസ്റ്റ് എന്താ പറയുക, ഒരു 4 കൊല്ലം മുന്നൊക്കെ വെറും ബിരിയാണി, കബ്സ, നെയ്ച്ചോറ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. പിന്നെ മന്തി ഫസ്റ്റായിട്ടുള്ള യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഓൾ നോക്കി ഉണ്ടാക്കി തന്നപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ വാങ്ങുന്ന ടേസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിലും എന്താ പറയുക, നല്ലൊരു അടിപൊളി വേറൊരു ബിരിയാണി, കബ്സേനേക്കായി, നെയ്ച്ചോറിനേക്കായി ഒക്കെ ഒരു വേറെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓൾക്കത് ഉണ്ടാക്കാൻ നല്ലോണം അറിയാം. അപ്പോൾ ഓളാണ് അത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇമ്മയും താത്തയും എന്താ പറയുക, അതിക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കണമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഓല ഉസ്നത്താത്ത അടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല കേട്ടോ. എനിക്ക് താത്താർ വരുന്ന ദിവസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് എന്താ പറയുക, പണികളൊന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഓല തന്നെ എല്ലാതും ചെയ്യും കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, പണികളില്ലെങ്കിലും ഈ ഷെസൂനി റയ്യാനും നോക്കാൻ നല്ല പണിയാണ് കേട്ടോ. കാരണം ഒരുപാട് വട്ടം ലൂസ് മോഷൻ പോകും, ഛർദ്ദിക്കും. പിന്നെ അത് എന്താ പറയുക, ഫുഡ് നേരെ കഴിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ചിച്ച് കുറേ വട്ടമായിട്ട് കൊടുക്കണം കേട്ടോ. പിന്നാലെ നടന്നിട്ട് കൊടുക്കും, അത് അങ്ങനെ ഛർദ്ദിക്കും ചെയ്യും. അപ്പോൾ അത് നേരാക്കും. അത് കൂടി ഭയങ്കര എന്താ പറയുക, നല്ലൊരു ബുദ്ധിമുട്ടിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുതിർശ്ശിയിലെത്തി ഓന് അങ്ങനെ സൂചിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ പറയുക, അപ്പോൾ കുറച്ചൊന്ന് ഭേദമായിട്ട് വരുന്നുണ്ട്, ചെറിയൊരു ഉഷാറ് മുഖത്ത് കാണാണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് പമ്പേഴ്സും കുട്ടികൾക്കുള്ള മുട്ടായൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. പിന്നെ എനിക്ക് പാവല്ലേ തോന്നിയിട്ട് ഞാൻ ഐസ്ക്രീം വേണോ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും ചെറിയൊരു ഐസ്ക്രീമും കഴിച്ചു കേട്ടോ. ഇതാ വീട്ടിലെത്തിയപ്പോൾ നല്ല ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാണ്ട് താത്ത. പിന്നെ അതുപോലെ മന്തി അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി എന്താ പറയുക, ബലിപെരുന്നാൾക്ക് നമ്മൾ ബീഫ് കുറച്ച് കിട്ടിയാൽ പിന്നെ അതന്നെ രാവിലെ ഉച്ചക്കും വൈകുന്നേരത്തൊക്കെ നമുക്ക് ബീഫ് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതാ മന്തി സെറ്റ് ആയിക്കണം. മന്തി നമ്മൾ ചിക്കനോട്ടോ മന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാ പായസം സെറ്റ് ആയിക്കണം കേട്ടോ. പിന്നെ പായസം ഉണ്ടാക്കണം നമ്മൾ റജനസ്താ തന്നെയാണ് കേട്ടോ. ഓള് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ എന്നെ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് കുറ്റം പറയാൻ നിൽക്കരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഓൾ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല സേമിയൻ പായസമാണ് ഉണ്ടാക്കുന്നത്. എനിക്കെല്ലാവരും വരിക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. കാരണം എല്ലാവരും വന്നിട്ട് ഓരോട് നല്ല സംസാരിക്കുക, ഒപ്പം ഫുഡ് കഴിക്കുക, പിന്നെ എന്താ ചിലപ്പോൾ പുറത്തേക്കൊന്ന് പോകുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ. നമുക്ക് വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പോൾ താത്താരൊന്ന് വീട്ടിലേക്ക് വന്ന് നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് എന്താ പറയുക, ഒന്ന് എൻജോയ് ചെയ്യാത്തതിന് ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യമാണ് കേട്ടോ. അങ്ങനെ അളിയാക്ക വന്ന് നമ്മൾ അളിയാക്കാക്ക് ഫുഡ് കൊടുത്തു കേട്ടോ. അതിന് ശേഷത്തെ ആ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും ഒന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ. ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഇനി ഒരു വലിയ കാര്യമാണ് കേട്ടോ. നമ്മൾ തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മളെല്ലാവരും ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിലെന്താ പറയുക, ഒരു റഹമത്തും ബർക്കത്തും ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മളെ വലിയ താത്ത ഇന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഉച്ചക്കായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഓളവിടെ എന്താ പറയുക, അറിവും കാര്യങ്ങളൊക്കെ രണ്ടാം പെരുന്നാൾക്കാണ്. അതുകൊണ്ട് ഓള് എന്താ പറയുക, രണ്ടാം പെരുന്നാൾക്കാട്ടോ വന്നത്. അങ്ങനെ ഓള് വന്നപ്പോൾ വീട് ഇപ്പോൾ മൊത്തം ഫുള്ളായിട്ടോ. എൻ്റെ ഉമ്മാക്ക് എന്താ പറയുക, മക്കളും പേരക്കുട്ടികളും എല്ലാവരുമായിട്ട് പേരെ മൊത്തം സെറ്റ് ആയിക്കോണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. നമ്മൾ 10 മണിക്കൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഇടയിൽ ഒരു പായസമൊക്കെ എടുത്ത് കുടിക്കണം കേട്ടോ. അതൊന്നും ചെയ്തിട്ടില്ല. എന്താ പറയുക, റയാൻ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് കഴിഞ്ഞാൽ ഓൻ ഛർദ്ദിക്കും, അത് കഴിഞ്ഞാൽ ഷേസുവിന് കൊടുക്കും. അങ്ങനെ മാറി കൊടുക്കൽ തന്നെയാണ് കേട്ടോ പണി. അങ്ങനെ നമ്മൾ കഴിച്ചപ്പത്തിന് 2 മണി കഴിക്കണം കേട്ടോ. അങ്ങനെ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കുറേ നേരം വിശന്നിരുന്നിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്ത് സാധനം കിട്ടിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഒന്നും പാടി കൂടിക്കണം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ പായസം രക്ഷയില്ല കേട്ടോ. ഓൾ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിരുന്നു കുറ്റൊന്നും പറയരുത് എന്ന് കേട്ടോ. സംഭവം കുറ്റൊന്നും പറയാതെ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതാ ഈവനിങ് നമ്മളിതാ ഓൾക്ക് രണ്ടാക്കും പഴം പീങ്ങാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഇതൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, പഴം പീങ്ങി കുറേ കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു, ഒന്നും കുടിക്കണില്ല കേട്ടോ. എന്നാലും എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന ടൈം ആകുമ്പോൾ പഴം പീങ്ങിയിട്ടും കഞ്ഞിയായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ.
നമ്മൾ ചില പെരുന്നാൾക്കൊക്കെ നമ്മൾ അധികം പുറത്തേക്ക് പോകലുണ്ട് കേട്ടോ. എവിടേക്കെങ്കിലൊക്കെ ഒന്ന് കറങ്ങാൻ പോകലുണ്ട്. പക്ഷേ പ്രാവശ്യം എന്താ പറയുക, എൻ്റെ കാക്കു ഇവിടെ ഇല്ല, പിന്നെ വലിയ താത്താടെ കാക്കു ഇവിടെ ഇല്ല, പിന്നെ എൻ്റെ മേലുള്ള താത്താടെ കാക്കു ഇല്ല കേട്ടോ. രണ്ടാമത്തെ താത്താടെ അളിയാക്ക മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് എന്താ പറയുക, എല്ലാവരും പാടുണ്ടെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലൊക്കെ കറങ്ങാൻ പോയിരുന്നു കേട്ടോ. അങ്ങനെ താത്താരെല്ലാവരും വന്ന് നമ്മൾ നല്ല ഹാപ്പിയാണ്. രണ്ടാം പെരുന്നാൾ എന്തായാലും നമ്മൾ നല്ല അടിച്ച് പൊളിച്ചു കേട്ടോ. വിഷമങ്ങളുണ്ട്, ഇതാ കുട്ടികൾ ഇതാ കണ്ടോ കുറച്ച് വെയിച്ച് കിട്ടും പോലെ ഓൽക്കുള്ള ദുൽമേളൊക്കെ കാട്ടുന്നുണ്ട് കേട്ടോ. ഓൽക്ക് വയ്ക്കണ പോലെ ഒന്നും ഇങ്ങോട്ട് ഇതാവുമ്പോൾ ഓക്കെ ആവുമ്പോൾ ഓല് ചെറുതായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും രണ്ടാം പെരുന്നാൾ ആശംസകൾ. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.